ഇന്നെന്താ പരിപാടി? അപ്പോൾ ഇന്ന് നമ്മുടെ വടുതല വീട്ടിലെ നോമ്പോറയാണ് കേട്ടോ. അപ്പോൾ ഞാനും അനിയത്തിയും അനിയത്തിയുടെ ഹസ്ബൻഡും എൻ്റെ ഇക്കായും പിള്ളേരും എല്ലാവരും കൂടെ ഒരു അസറ് കഴിഞ്ഞപ്പോൾ മണ്ണഞ്ചേരിയിൽ നിന്ന് അങ്ങോട്ട് ചെന്ന്. അപ്പോൾ ഉമ്മ അവിടെ കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നിട്ട് പൊരിക്കാനൊക്കെ, പിന്നെ ഇച്ചിരി മട്ടൻ കറി വെക്കുന്നുണ്ട്, പിന്നെ ഇച്ചിരി സ്പെഷ്യൽ ചിക്കൻ കൊണ്ടാട്ടമാണ് കേട്ടോ ഇന്നത്തെ വെറൈറ്റി ആയിട്ടുള്ള ഇത്. അപ്പോൾ ആവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. ബീവിമാർക്ക് 3 പേർക്ക് നോമ്പുണ്ട് കേട്ടോ. മിസ് കൂടെ നോമ്പ് എടുത്തിട്ടില്ല. അടുത്ത വർഷം അയാൾ ഇത്താത്തമാരുടെ കൂടെയൊക്കെ നോമ്പ് എടുക്കുമായിരിക്കും. അപ്പോൾ ക്യാരറ്റ് ജ്യൂസ് ആക്കി. പിന്നെ അവൾമാരാണെങ്കിൽ ഫറായും മിസ്സും ഒക്കെ തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കുള്ളൂ, ക്യാരറ്റ് കുടിക്കില്ല. അപ്പോൾ അതൊക്കെ സെറ്റാക്കിയപ്പോൾ ഇക്കായും ഷിയാബൊക്കെ ബാങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫാറൂഖ് വന്നിട്ടുണ്ട്, അവന് ബാങ്കിന് വേണ്ടി പിള്ളേരുടെ കൂടെ വെയിറ്റ് ചെയ്തിരിക്കുക. അവൾമാരെ താഴ്ത്താണ് കേട്ടോ ഇരുത്തിയത്. അത് കഴിഞ്ഞ് പിന്നെ നോമ്പ് ബാങ്ക് വിളിച്ച് ഞങ്ങളൊക്കെ നോമ്പ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു സന്തോഷമല്ലേ, വാപ്സിക്ക് ഇതൊക്കെ ഭയങ്കര സന്തോഷമാണ്, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെയൊക്കെ കൂടാന്നുള്ളത്. പിന്നെ എന്നെ അവളെ അടുത്തടുത്ത് കെട്ടിച്ചുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് വരാനും ഇതാക്കാനും ഒക്കെ എല്ലാ നോമ്പിനും സാധിക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ 10 വർഷമായിട്ട് അൽഹംദുലില്ലാ 10 വർഷം ഞങ്ങൾ ഒരുമിച്ചാണ് മിക്കപ്പോഴും വരാറ്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇത് വന്നാൽ മാത്രമേ അത് ഒഴിവാക്കാറുള്ളൂ. പിന്നെ പള്ളിക്കഞ്ഞി ഉണ്ടായിരുന്നു, ഇക്ക അത് കുടിച്ച്. ഉമ്മച്ചിയുടെ മുട്ടയപ്പം ഉണ്ടായിരുന്നു, ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മാമൻ ഉമ്മച്ചിനെ പോയി പുന്നാരിക്കുന്നുണ്ട്. അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ ഇവിടെ ഒരാളും കൂടി കാണണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം, മാമൻ്റെ പെണ്ണ്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിയായി. ഇത് തറാവീഹ് കഴിയുമ്പോഴേക്ക് തിരിച്ചു പോകണം. ബിരിയാണി ഉണ്ട്, ബീഫ് ബിരിയാണി ഉണ്ട്, പിന്നെ പത്തിരി, തേങ്ങാപ്പാൽ, ഇച്ചിരി ചിക്കൻ കൊണ്ടാട്ടം, ചിക്കൻ ഉള്ളിമുളക് പിടിച്ച കൊണ്ടാട്ടം, അടിപൊളി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്തിരിക്കുകയാണ്. പിന്നെ തിരിച്ചു പോകണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടമാണ്. പിന്നെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, തിങ്കളാഴ്ചയാണ്. അപ്പോൾ പിള്ളേർക്ക് പഠിത്തമൊക്കെ കാണും, പഠിക്കാനൊക്കെ വിടണം. അപ്പം ഉമ്മച്ചിയും വാപ്സിയും കഴിക്കുമ്പോൾ ഞങ്ങൾ ഓപ്പോസിറ്റ് കഴിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് വാപ്സിയുടെ സ്പെഷ്യൽ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾമാർ പറയുന്നത് കഴിഞ്ഞ കൊല്ലം ഐസ്ക്രീം ഉണ്ടായിരുന്നല്ലോ, ഈ കൊല്ലം ഇല്ലേ ഉപ്പാന്നൊക്കെ ചോദിച്ച് വാങ്ങിച്ച് കഴിച്ചത്. ഞങ്ങളെല്ലാവരും തിരിച്ചു പോരുകയാണ് കേട്ടോ മണ്ണഞ്ചേരിക്ക്. അങ്ങനെ ഞങ്ങൾ എല്ലാത്തിനും നല്ല ഉറക്കം വന്നൊക്കെ ഇരിക്കുകയാണ്, നോമ്പ് തുറന്ന ക്ഷീണത്തിലും കാര്യത്തിലൊക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.